IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്തിനെ റിമാൻഡ് ചെയ്തു. അടുത്ത മാസം 10 വരെയാണ് റിമാൻഡ് ചെയ്തത്. വിശദമായി ചോദ്യം ചെയ്യാൻ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ടിൻഡുദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതിയായിട്ടുള്ള സുഗാന്തിനെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4-ാം നമ്പർ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജൂൺ 10-ാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി. റിമാൻഡ് കാലാവധിക്കുള്ളിൽ സുഗാന്തിനെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനും വേണ്ടിയിട്ട് പേട്ട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കാരണം സുഗാന്ത് നിരന്തരം ഈ പെൺകുട്ടിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചിരുന്നു. നീ പോയി ചാവടി, നീ മരിക്കുന്നില്ലേ, നീ മരിച്ചാൽ മാത്രമേ എനിക്ക് അവളുമായി വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. സുഗാന്തിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ടെലിഗ്രാമിൽ നിന്നുമാണ് ഈ ചാറ്റുകൾ പോലീസ് കണ്ടെത്തിയത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. ഈ മാർച്ച് 29-ാം തീയതി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായി ജോലിയായിരുന്ന പത്തനംതിട്ട സ്വദേശി വൈകുന്നേരത്തോടുകൂടി ജോലി കഴിഞ്ഞ ശേഷം പേട്ട റെയിൽവേ സ്റ്റേഷൻ വഴി റെയിൽവേ പാതയിലേക്ക് നടന്നു പോകുന്നു. തുടർന്ന് വരുന്ന ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഈ പെൺകുട്ടി മരിക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോണ് റിക്കവർ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ തകർന്നിരുന്നു. പക്ഷേ സുഗാന്തിന്റെ മൊബൈൽ ഫോൺ അന്വേഷിച്ച് നടത്തിയ അല്ലെങ്കിൽ സുഗാന്തിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം 2 ദിവസത്തിന് ശേഷമാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സുഗാന്തിനെ സംശയിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്ന് സുഗാന്തിന്റെ കുടുംബവും ഒളിവിൽ പോയിരുന്നു. പോലീസ് ഈ ഘട്ടത്തിലൊക്കെ നിസ്സംഗത പാലിച്ചിരുന്നുവെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പല ഘട്ടത്തിലും പരാതിയായി നൽകിയിരുന്നു. തുടർന്ന് സുഗാന്ത് ജാമ്യാപേക്ഷയ്ക്കായി ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഹൈക്കോടതിയിലാണ് സുഗാന്തിനെതിരായിട്ടുള്ള നിർണായക തെളിവുകൾ അന്വേഷണ സംഘം എത്തിക്കുന്നത് എന്ന് പറയാം. സുഗാന്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഐഫോണിലാണ് സുഗാന്ത് പെൺകുട്ടിയുമായിട്ട് നിരന്തരം ടെലഗ്രാമിൽ ചാറ്റ് ചെയ്തിരുന്നത്. ടെലഗ്രാമിൽ നിരന്തരം പെൺകുട്ടി ആത്മഹത്യാ പ്രേരണ നൽകുന്ന തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുകയും പെൺകുട്ടിയോട് നിരന്തരം പോയി ആത്മഹത്യ ചെയ്യാൻ പറയുകയും ചെയ്യുന്നതെന്ന്. തുടർന്ന് ഈ കേസിന്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് സുഗാന്ത് ടെലഗ്രാം ഡിലീറ്റ് ചെയ്യാതെ ടെലഗ്രാമിലെ മെസ്സേജുകൾ മാത്രം ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഫോണ് ഒരു ബന്ധുവിനെ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബന്ധുവിൽ നിന്നും ആ ഫോണ് പിടിച്ചെടുക്കുന്നു. ആ ഫോണ് പിന്നീട് ടെലിഗ്രാമിന് നൽകുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഫോണിലെ ടെലിഗ്രാം പരിശോധിക്കുന്ന സമയത്ത് അതിലെ വിവരങ്ങൾ ടെലിഗ്രാമിൽ നൽകിക്കൊണ്ടാണ് ഈ ചാറ്റുകൾ റിക്കവർ ചെയ്തെടുത്തത്. ഈ ചാറ്റാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള തെളിവായിട്ട് പോലീസിന് മുന്നാകെ അല്ലെങ്കിൽ കോടതിക്ക് മുന്നാകെ സമർപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും സാമ്പത്തികമായിട്ട് പ്രതി ഒരുപാട് തവണ സാമ്പത്തികമായിട്ട് സഹായങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് സാലറി ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത തുക ഏതാണ്ട് 80,000-ഓളം രൂപ പെൺകുട്ടിക്ക് ശമ്പളമായി തന്നെ ലഭിക്കുമായിരുന്നു. ഈ ശമ്പള തുക മുഴുവൻ കൈക്കലാക്കിയിരുന്നത് സുഗാന്താണ്. സുഗാന്തിന് ഇത്തരത്തിൽ ഈ ശമ്പള തുക അയച്ചു കൊടുക്കുന്ന ഡിജിറ്റൽ ബാങ്ക് ഡീറ്റെയിൽസും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്ന സമയത്ത് മറ്റു പല പെൺകുട്ടികളുമായിട്ട് സുഗാന്ത് പ്രണയത്തിലായിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയെ കൊല്ലണമെന്ന് അല്ലെങ്കിൽ പെൺകുട്ടിയെ മരണത്തിലേക്ക് നയിക്കണമെന്ന ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു പെൺകുട്ടിയോട് നിരന്തരം സുഗാന്ത് സംസാരിച്ചത്. പെൺകുട്ടിയെ നിരന്തരം ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചിരുന്നെന്ന് നൽകുന്ന വ്യക്തമായ ഡിജിറ്റൽ രേഖകളാണ് ഈ കേസിൽ നൽകിയിട്ടുള്ളത്. ഈ കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ക്യാമറമാൻ വിവേക് നേമത്തോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.